അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാറ്റഗറി 4 പാർട്ട് 1 ആയിട്ടുള്ള പേപ്പറാണിത്. 30 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വികാസ തത്വമല്ലാത്തത് ഏതെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വികാസം രേഖീയമാണ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2, അഞ്ജലി ടീച്ചർ ഒരു ക്ലാസ് ഉപയോഗിക്കേണ്ട പഠന പ്രക്രിയയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള ടീച്ചറാണ്. സയൻസിലെ ഒരു ആശയം ചർച്ച ചെയ്ത വേളയിൽ ടീച്ചർക്ക് മനസ്സിലായി മുൻ ക്ലാസ്സിൽ നൽകിയ അനുഭവങ്ങൾ കുട്ടികളിൽ ഒരു നേട്ടവും കൈവരിക്കുന്നതിന് ഉതകിയില്ല എന്ന്. ഇവിടെ ഉപയോഗിച്ച പഠന സംക്രമണ രീതിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 0 സംക്രമണം. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഫെമിന ടീച്ചർ ഗണിത പരീക്ഷയിൽ തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് സമാനമായ 2 വ്യത്യസ്ത ടെസ്റ്റുകൾ നൽകി. ഇതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്നുള്ളതാണ്. ഉദ്ദേശ്യം എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ടെസ്റ്റുകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ എന്നുള്ളതാണ്. ഇതിൻ്റെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാനുള്ളതാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഈഡിപ്പസ് കോംപ്ലക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ആൺകുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. 5ാമത്തെ ക്വസ്റ്റ്യൻ, വിവരങ്ങളെ മികച്ച രീതിയിൽ ക്രമീകരിക്കുകയും ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം സാധ്യമാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പഠിതാവിൻ്റെ കഴിവുകൾ പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചോദ്യ രീതി ഏത് എന്നുള്ളതാണ് 5ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ ഡി അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുടെ ഘടകമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ അറിയാം, വളരെ സിമ്പിളാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അച്ചടക്കം അഥവാ ഡിസിപ്ലിൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ, പഠന പ്രക്രിയയുമായി ബന്ധപ്പെടുത്തി അധ്യാപകൻ നിർവഹിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന 4 പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. പുതിയ പാഠഭാഗത്തേക്ക് കടക്കുന്നതിനായി മുൻധാരണകൾ ഉപയോഗപ്പെടുത്തുക, പഠന നേട്ടങ്ങൾ രൂപപ്പെടുത്തുക, വിലയിരുത്തലും ഫീഡ്ബാക്കും നിർവഹിക്കുക, പഠനോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ 4, 1, 3, 2 എന്നീ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ളത്. അതായത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ബുദ്ധി എന്നത് നിരവധി കഴിവുകളുടെ സംഘാതമാണ്. ഈ കഴിവുകളെ വ്യത്യസ്ത കൂട്ടങ്ങളായി തിരിക്കാവുന്നതാണ്. ഓരോ കൂട്ടമായി ബന്ധപ്പെട്ട പ്രാഥമിക മാനസിക നിലവാരം പരിശോധന നടത്തി ബുദ്ധി വൈഭവം കണ്ടെത്തണമെന്ന് സൂചിപ്പിക്കുന്ന ബുദ്ധി സിദ്ധാന്തം ഏത് എന്നുള്ളതാണ് 8ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഗ്രൂപ്പ് ഫാക്ടർ തിയറി. 9ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് വായനാ പരിശീലനത്തിനുള്ള അവസരങ്ങൾ നൽകുന്ന വിഗോസ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച തന്ത്രം ഏതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. പ്രതിക്രിയ അധ്യാപനം. 10ാമത്തെ ക്വസ്റ്റ്യൻ, 5ാം ക്ലാസ്സുകാരനായ ആബിന് ഗണിത പരീക്ഷയിൽ ഡി ഗ്രേഡ് ആണ് ലഭിച്ചത്. ചോദ്യങ്ങൾ കഠിനമായിരുന്നു എന്നും ഇത്തരം ചോദ്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും ആബിൻ കാരണം കണ്ടെത്തുന്നു. ഇവിടെ പ്രകടിപ്പിക്കുന്ന പ്രതിരോധ തന്ത്രം ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്.
ഇതിൽ പറയുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. റാഷണലൈസേഷൻ, യുക്തീകരണം എന്നുള്ളതാണ്. സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റോബർട്ട് എം ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ ഉൾപ്പെടാത്തത്? ശ്രദ്ധിക്കണം, ഉൾപ്പെടാത്തത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ള 11ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് വെർബൽ അസോസിയേഷൻ ലേണിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് ഉദ്ദേശിച്ച് കൊണ്ടുള്ള പ്രക്ഷേപണ തന്ത്രമായ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് CAT രൂപകൽപ്പന ചെയ്തത് ആരാണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ലിയോ പോൾ ബെല്ലേക്ക്. 13ാമത്തെ ക്വസ്റ്റ്യൻ, രക്ഷിതാക്കളിൽ നിന്ന് ശിക്ഷ ലഭിക്കുമെന്ന് ഭയന്ന് അഹൻ വളരെ അനുസരണയോടെയാണ് വീട്ടിൽ പെരുമാറുന്നത്. കോൾബർഗിൻ്റെ സമ്മാർഗിക വികസന തത്വത്തിലെ ഏത് ഘട്ടത്തിലാണ് അഹൻ ഉള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. പ്രീ കൺവെൻഷണൽ ലെവൽ. 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളിലെ ഭാഷാ വികാസവുമായി ബന്ധപ്പെടുത്തി 2 പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. കുട്ടികളിൽ അനുകരണത്തിലൂടെയും പ്രബലനത്തിലൂടെയും കണ്ടീഷനിങ്ങിലൂടെയും അംഗീകൃത നിയമങ്ങൾ അനുസരിച്ച് ആണ് ഭാഷാ വികാസം സാധ്യമാകുന്നത്. സർവ്വലൗകിക ഭാഷാ വ്യാകരണത്തിലൂടെ ഭാഷാ ഘടകങ്ങൾ, ഭാഷാ വ്യാകരണം എന്നിവ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വളരുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് 2 സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഓപ്ഷൻ ബി ആണ് അത് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. സ്കിന്നർ ആൻഡ് ചോംസ്കി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പഠനവുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ബ്രൂണർ, അസുബൽ എന്നിവരുടെ പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ട് പഠന സിദ്ധാന്തങ്ങളും ജ്ഞാനാർജനം ലക്ഷ്യമാക്കുന്നു എന്നുള്ളത്. 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈകാരിക ബുദ്ധി എന്ന ആശയം ജനകീയവൽക്കരിക്കുകയും പഠന പ്രക്രിയയിൽ ഇതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത പ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ്. അത് നമുക്കറിയാം, ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് അതിൽ ചോദിച്ചിട്ടുള്ളത് 16ാമത്തെ ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. സാമൂഹ്യമായി അംഗീകരിക്കാനുള്ള ആവശ്യം, അധികാരത്തോടുള്ള ആഗ്രഹം, നേട്ടം കൈവരിക്കാനുള്ള ആഗ്രഹം, നല്ല ഭക്ഷണത്തോടുള്ള ആഗ്രഹം. ഇതിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പഠന വൈകല്യം അല്ലാത്തത്, അടിവരയിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലാത്തത് ഏത് എന്ന്. ഓട്ടിസമാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി. ഇനി 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷെയുടെ മൂർത്ത വ്യാപാര വൈജ്ഞാനിക ഘട്ടത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വികേന്ദ്രീകൃത ചിന്തകൾക്കുള്ള
കഴിവ്. എബിലിറ്റി ഫോർ ഡീസെൻട്രലൈസേഷൻ തിങ്കിങ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ EL തൊണ്ടേക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങളിൽ പെടാത്തത്. വീണ്ടും അടിവരയിട്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. തൊണ്ടേക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് 20ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഉൾച്ചേർന്ന പഠന സാധ്യമാക്കുന്ന ഒരു ക്ലാസ് മുറിയിൽ ഏറ്റവും അനുയോജ്യമായ പഠന സമീപനം ഏതെന്നുള്ളതാണ്. ഉൾച്ചേർന്ന പഠനം സാധ്യമാക്കുന്ന ഒരു ക്ലാസ് മുറിയിൽ ഏറ്റവും അനുയോജ്യമായ പഠന സമീപനം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. മുകളിൽ പറഞ്ഞ മൂന്നും അതിനനുയോജ്യമാണ് ഓപ്ഷൻസ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. മുകളിൽ പറഞ്ഞ എല്ലാം. ഇനി 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്കൂൾ പ്രായം എന്ന ഘട്ടം കുട്ടികൾക്ക് ജീവിത വിജയം കൈവരിക്കുന്നതിന് ആവശ്യമായ പ്രാഥമിക നൈപുണ്യങ്ങൾ നേടുന്ന ഘട്ടമാണ്. എറിക് എറിസൻ്റെ സാമൂഹിക വികാസ സിദ്ധാന്തത്തിലെ ഒരു പ്രധാന ഘട്ടവുമായാണിത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആ ഘട്ടം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഊർജ്ജസ്വലത, അപകർഷത. ഓപ്ഷൻ ഡി. 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുട്ടികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം എന്നുള്ളതാണ്. കുറച്ച് ഗ്രൂപ്പായിട്ട് കുറച്ച് കുട്ടികളുടെ ഇതിൽ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ഈ പാർട്ടിൽ 30 ക്വസ്റ്റ്യനുകളാണുള്ളത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന സ്കൂളിലുണ്ടായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി സ്കൂളിലെ സ്റ്റാഫ് മീറ്റിങ്ങും PTA ഏകകണ്ഠമായി പെൺകുട്ടികളെ മാത്രം ക്ലാസ് ലീഡർമാരായും സ്കൂൾ ലീഡർമാരായും തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഈ ഒരു സിറ്റുവേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു സ്കൂളിൽ ചില പ്രശ്നങ്ങളൊക്കെ നടന്നു. അതിനെ സംബന്ധിച്ച് പെൺകുട്ടികളെ മാത്രം ലീഡർമാരായിട്ടും സ്കൂൾ ലീഡർമാരായിട്ടും ക്ലാസ് ലീഡർമാരായിട്ടും സെലക്ട് ചെയ്യാൻ ആ സ്കൂളിലെ PTA തീരുമാനിച്ചു. ഇത് ഓപ്ഷൻ ബി അല്ല, സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് ഡിസ്ക്രിമിനേഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ലിംഗവിവേചനത്തിൻ്റെ കൃത്യമായ സൂചനയാണ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എ ക്ലിയർ എവിഡൻസ് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പുരോഗമനപരമായ വിദ്യാഭ്യാസത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. റുസ്വാൻ എന്ന 5ാം ക്ലാസ്സുകാരൻ്റെ ചിത്രരചന, ഡിസൈൻ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ച വയ്ക്കുന്നു. ഗാർഡനർ നിർദ്ദേശിച്ച ഏതുതരം ബുദ്ധിയാണ് അവനിൽ കൂടുതൽ പ്രകടമാകുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ദൃശ്യ സ്ഥലവര ബുദ്ധി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട 3 പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ 2020 ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തലിൻ്റെ ലക്ഷ്യങ്ങളിൽ ശരി ഏതെന്ന് ചുവടെയുള്ളവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ
2020 ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തിയിട്ട് ലക്ഷ്യങ്ങളിൽ ശരിയായതെന്ന് ഏതെന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് അത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 അതായത് 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പ്രശ്ന നിർദ്ധാരണത്തിൽ നമ്മൾ നേരിടുന്ന ഒരു സുപ്രധാന പ്രയാസം ഡാഷ് ഉയർത്തുന്ന വൈജ്ഞാനികപരമായ പോരായ്മയാണ് എന്നുള്ളതാണ് 28ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 28ാമത്തെ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും? എ മേജർ ഡിഫിക്കൽറ്റി വി എൻകൗണ്ടർ ദ പ്രോബ്ലം സോൾവിങ് ഇൻ ദ കൊഗ്നിറ്റീവ് ലിമിറ്റേഷൻ ഇമ്പൺസ്ഡ് ബൈ ഡാഷ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഷോർട്ട് ടേം മെമ്മറി ആണത്. ഇനി 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. നമ്മൾ ഈ പാർട്ടിൽ 30 ക്വസ്റ്റ്യനുകളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 29ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. 29ാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ 6 വരകൾ ഒരു വീട് പോലെയാണ് സംവേദനം ചെയ്യപ്പെടുന്നത്. പഠനത്തിലെ സമഗ്ര സിദ്ധാന്തത്തിൻ്റെ ഏത് നിയമമാണ് ഈ പ്രതിഭാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സമ്പൂർണ്ണ നിയമം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇമ എന്ന പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി രക്ഷിതാക്കളോടൊപ്പം 5ാം ക്ലാസ്സിൽ പ്രവേശനം നേടാനായി എത്തി. പ്രധാന അധ്യാപക അവരോട് സ്പെഷ്യൽ സ്കൂളിൽ പോയി പ്രവേശനം നേടാൻ പറഞ്ഞു. പ്രത്യേക പരിഗണന ഉൾപ്പെടുത്തിയ സന്ദർഭം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് 30ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇമയ്ക്ക് പ്രവേശനം നൽകണം എന്നുള്ളതാണ്. ഇമ ഷുഡ് ബി ഗീവൺ അഡ്മിഷൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ 30 ക്വസ്റ്റ്യനും കവർ ചെയ്തിരിക്കുകയാണ്. ഇതൊരു പ്രൊഫഷണൽ ആൻസർ കീ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ആൻസർ കീ ആണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അറിയിക്കുന്നതായിരിക്കും കമൻറ്റിൽ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.